നമസ്കാരം, രുചികട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ്. നമുക്ക് ഊണിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 250 ഗ്രാം വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് മൂത്ത വെണ്ടയ്ക്ക എടുക്കേണ്ട. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു വാൽഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള വെണ്ടയ്ക്കാണ് നല്ലത്. ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ നീളത്തിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നീളത്തിൽ മുറിക്കുകയാണ് ചെയ്യുന്നത്. വെണ്ട മൊത്തമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് നമുക്ക് ഒരു സവാള വേണം. അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാള. അത് നമുക്ക് ഇതുപോലെ രണ്ടായി കട്ട് ചെയ്തിട്ട് നീളത്തിൽ തന്നെ മുറിച്ചെടുക്കാം. അപ്പോൾ മെഴുക്കുവരട്ടി തയ്യാറാക്കാനായി നമ്മളൊരു പാൻ സ്റ്റവിൽ വെച്ചു. അത് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെണ്ട കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. എണ്ണയെല്ലാം എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് ലോയിൽ ഇടാം. ലോയിൽ ഇട്ടതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഒന്നെല്ലാം കൂടെ കൂടി വരണം. അപ്പോൾ അതുവരെ വേവിക്കാം. അപ്പോൾ ഇത് അടച്ച് വേവിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒന്ന് എല്ലാം കൂടെ ചേർന്ന് ഒന്നും കുഴഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്നുകൂടെ തവി വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. അതൊരു 3/4 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടങ്ങ് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. ഒന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് സമയം. അതിനുശേഷം വീണ്ടും ഇത് ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നോക്കി ഇളക്കി കൊടുക്കണം, കാരണം അടുക്കി പിടിക്കാൻ പാടില്ല. അപ്പോൾ വെണ്ടയും സവാളയൊക്കെ നല്ലപോലെ വെന്ത് വന്ന് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ശരിക്കും ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ചേർക്കാം. ഞാനൊരു കൈപ്പിടിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടെ ഇങ്ങനെ മുരിച്ചെടുക്കുക. ഇനി മൂടിയൊന്നും വെക്കണ്ട, അടച്ചു വെക്കൊന്നും വേണ്ട. ഒന്ന് തവി വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇതുപോലെ നമുക്ക് കിട്ടും. അതുവരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം.